അലക്സ് രാത്രി തന്നെ തിരിച്ചു പോയിരുന്നു. പാലക്കൽ തറവാട്ടിൽ അവന്റെ കാറിന്റെ ഒച്ച കേട്ടതും റീത്ത വന്നു വാതിൽ തുറന്നു കൊടുത്തു. അവൻ അവളെ കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്യാതെ കയറിപ്പോയി. ഇച്ചായ, അവനവിടെ നിന്നു. താങ്ക്സ്, അവൾ അവന്റെ മുന്നിൽ പോയി പറഞ്ഞു. അവൻ കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. എനിക്ക് കമ്പനിയിൽ ജോലി തന്നില്ലേ അതിന്, റീത്ത വലിയ സന്തോഷത്തോടെ പറഞ്ഞു. അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് അലക്സ് ഇറങ്ങി വന്നത്. അവനെ കണ്ടതും റീത്തയുടെ മുഖം തിളങ്ങി. അല്ലു, നീ എപ്പോഴാ വന്നത്? ജെസ്സി അവനെ കണ്ടു ചോദിച്ചു. ഞാൻ രാത്രി വന്നു അമ്മ, ഇവൾ വാതിൽ തുറന്നു വന്നു, റീത്തയെ ചൂണ്ടി പറഞ്ഞു. എല്ലാവരും അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തോ ദുരന്തത്തിന് മുന്നേയുള്ള ഒരു ശാന്തത അവന്റെ മുഖത്തുണ്ട്. അപ്പാ, ഡെവി മുഖമുയർത്തി അവനെ നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടുമായിട്ട്. അവൻ എന്താ പറയാൻ പോകുന്നതെന്നറിയാൻ എല്ലാവരും അവനെ നോക്കി. പക്ഷേ അലക്സ് കഴിക്കുന്ന തിരക്കിലായിരുന്നു. അവൻ മുഖമുയർത്തിയതും എല്ലാവരും അവനെ നോക്കുന്നു. വല്യമ്മച്ചി, അപ്പാ, അമ്മേ, എനിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം. അവളുടെ ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് നോക്കിയേ പറ്റൂ. എല്ലാവരും അത്ഭുതത്തോടെ അവനെ നോക്കി. അല്ലോ, നീ എന്താ പറയുന്നത്? ജെസ്സി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ തന്നെ ദേവി കൈ ഉയർത്തി തടഞ്ഞു. അവൻ അവന്റെ വിവാഹകാര്യമാണ് പറയുന്നത്. കുട്ടിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അവനോട് ചോദിക്കേണ്ട. നിങ്ങളുടെ സംശയം ഞാൻ തീർത്തു തരാം, ഡെവി പറഞ്ഞു. അല്ലു, നീ ഉടനെ എന്ന് പറയുമ്പോൾ എപ്പോഴാ ഉദ്ദേശിക്കുന്നത്? ഡെവി ചോദിച്ചു. ഞാൻ അമേരിക്കയിലേക്ക് അടുത്ത മാസം 3-ന് പോകും. അതിനു മുന്നേ പിന്നെ നാട്ടുകാരോ ബന്ധുക്കാരോ സ്വന്തക്കാരോ അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. പക്ഷേ കല്യാണം ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വേണം. അവൻ അത്രയും പറഞ്ഞു നിർത്തി. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി. അവസാനമായി ഒരു കാര്യം, ഞാനല്ലാതെ ആരെങ്കിലും എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കുകയോ കണ്ണു നിറയ്ക്കാൻ കാരണമാവുകയോ ചെയ്താൽ അലക്സിന്റെ മറ്റൊരു മുഖം എല്ലാവരും കാണും. അവൻ കഴിച്ചു കഴിഞ്ഞ് എണീറ്റുപോയി. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവൾ അവന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പപ്പ, നിയയുടെ വിളി കേട്ട് ഡെബി അവളെ നോക്കി. ചാച്ചൻ പറഞ്ഞു ചേച്ചി എന്താ ചെയ്യുന്നേ? നിയ റീത്തയുടെ ചുവന്ന മുഖം കണ്ട് സന്തോഷത്തോടെ ചോദിച്ചു. ആ കുട്ടി ഇന്നു മുതൽ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ വൈകുന്നേരം വന്നിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് നമ്മുടെ ഫാക്ടറി വരെ പോകണം. അമ്മച്ചി, ചെക്കൻ്റെ മിന്നുകെട്ടിന് ഒരു ദിവസം നോക്കി വയ്ക്ക് എല്ലാവരും കൂടെ. അത് പറഞ്ഞ് അവനും എണീറ്റുപോയി. പക്ഷേ റീത്തയുടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. കാരണം ഇന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത് അവളായതുകൊണ്ട് അവളെയാണോ അവൻ പറഞ്ഞത് പോയത് എന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചുപോയി. അലക്സ് പോകാൻ ഇറങ്ങുമ്പോഴാണ് റീത്ത അവൻ്റെ അടുത്തേക്ക് വന്നത്. ഇച്ചായ, അവനൊന്ന് അമർത്തി മോളി. ഞാൻ കൂടെ വന്നോട്ടെ? എന്തായാലും ഓഫീസിലേക്കല്ലേ, അപ്പോൾ ഒരുമിച്ച് പോയി വരാമല്ലോ, റീത്ത സന്തോഷത്തോടെ ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞോ ഞാൻ ഓഫീസിലാണ് ഇപ്പോൾ പോകുന്നതെന്ന്? അവൻ കുറച്ച് കടുപ്പിച്ച് തന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞോടി. അവൻ്റെ അലർച്ച കേട്ട് അവളൊന്ന് ഞെട്ടി. ഇല്ല. ആ, അതുകൊണ്ട് വെറുതെ എൻ്റെ പുറകെ ഒലിപ്പിച്ച് നടക്കാതെ ഞാൻ പറഞ്ഞ സമയം ഓഫീസിലെത്താൻ നോക്ക്. 1 മിനിറ്റ് വൈകിയാൽ പിന്നെ നീ എൻ്റെ ഓഫീസിൻ്റെ പരിസരത്ത് കാണരുത്. അത്രയും പറഞ്ഞ് അവളെ തറപ്പിച്ചു നോക്കി അവൻ കാറെടുത്തു പോയി. നീ തന്നെ എൻ്റെ പുറകെ വരും അലക്സ്. എൻ്റെയാണ് നീ. അവൻ പോയ വഴിയെ അവൾ പറഞ്ഞു. മിക്കവാറും വരും, റീത്തയ്ക്കൊരു റീത്തുമായി. പിറകിൽ നിന്നുള്ള നിയയുടെ മറുപടി കേട്ടതും അവളെ കത്തുന്നൊരു നോട്ടം നോക്കി റീത്ത പോയി. നിയ, ആളെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ ആർക്കും. ഇച്ചായൻ്റെ ചെല്ല കുട്ടിയാണ്. അവൾക്ക് അവളുടെ ഇച്ചായൻ എന്ന് വെച്ചാൽ ജീവനാണ്. പിന്നെ ആൾക്കൊരു പ്രണയമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കൊച്ചിപ്പോൾ കോളേജിലേക്ക് പോകും. അലക്സ് നേരെ പോയത് ഗസ്റ്റ് ഹൗസിലേക്കാണ്. അവിടെ അവൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ദേവു റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടവൻ്റെ കണ്ണുകൾ വിടർന്നു. സാധാരണ അവൾ സാരിയെ ഉടുക്കാറുള്ളൂ. ഇന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അവനെ കണ്ട് ഒരു ചിരിയോടെ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു വെച്ചോ നീ? ഗൗരവത്തിലായിരുന്നു ചോദ്യം. എടുത്തു വെച്ചിച്ചായ. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. നീ തല കുളിച്ചോ? അവൾ നിന്ന് പരുങ്ങിക്കൊണ്ട് തല കുനിച്ചു. നിന്നോടാണ് ചോദിച്ചത് ദേവു. അല്ലുവിൻ്റെ ശബ്ദം കടുത്തു. കുളിച്ചിച്ചായ. വഴക്ക് പറയല്ലേ, രാവിലെ എണീറ്റപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഓഫീസിൽ ആദ്യമായിട്ട് പോകുമല്ലേ, അതാ. ഞാൻ മുടി നല്ലപോലെ ഉണക്കി മെഡിസിനും കഴിച്ചു, അവൾ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു. അത് കേട്ട് അവൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. എന്തെങ്കിലും വയ്യായിക തോന്നിയാൽ പറയണം. പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, അതനുസരിച്ചായിരിക്കും പോസ്റ്റ്. അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് പോയി. ദേവു ആണെങ്കിൽ ഞെട്ടി അവിടെ തന്നെ നിൽപ്പുണ്ട്. കുറച്ച് മുന്നോട്ട് പോയ അലക്സ് അവളുടെ നിൽപ്പ് കണ്ട് തിരിച്ചു വന്നു. എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വന്ന് വണ്ടി കയറേടി. അവളുടെ സ്വപ്നം. അവൻ്റെ അലർച്ച കേട്ടതും കൊച്ചു ഓടി വന്ന് വണ്ടിയിൽ കയറി. പക്ഷേ പെട്ടെന്ന് ബാക്ക് സീറ്റിലാണ് കയറിയത്. അവൻ്റെ നോട്ടം കണ്ടതും ഫ്രണ്ടിൽ വന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾ അലക്സിനെ നോക്കുന്നുണ്ട്. അവനത് ഇടം കണ്ണിലൂടെ കാണുന്നുണ്ട് എങ്കിലും ഒന്നും മിണ്ടിയില്ല. കുറച്ചുകൂടെ പോയിട്ടും അവൾക്ക് ഒരു സമാധാനവുമില്ല. ഇച്ചായ. അവൾ പതിയെ അവൻ്റെ കയ്യിൽ കൈവച്ച് വിളിച്ചു. അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വണ്ടി സൈഡ് ഒതുക്കി. എന്നിട്ട് അവളെ നോക്കി. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താടോ?
എന്തിനാ ഈ കൈയൊക്കെ ഐസ് പോലെ ഇരിക്കുന്നേ? അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇന്റർവ്യൂ. എനിക്ക് പേടിയാണ്, ദേവു പറഞ്ഞു. എന്താ? അവൻ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് സംശയത്തിൽ ചോദിച്ചു. എനിക്ക് ഇന്റർവ്യൂ പേടിയാണ്. അവനാണെങ്കിൽ ചിരിക്കണോ അതോ ഇവളോട് ദേഷ്യപ്പെടണോ എന്ന് തന്നെ സംശയമായി. എന്റെ കൊച്ചേ, ഇതായിരുന്നോ? നീ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതല്ലേ? അതുപോലെ തന്നെയാണ്. പിന്നെ ഇന്റർവ്യൂ നടത്തുന്നത് ഞാനല്ല. അതുകൊണ്ട് പേടിയൊന്നും വേണ്ട. പിന്നെ നീ അവിടെ എന്താണോ പ്രസന്റ് ചെയ്യുന്നത് അതനുസരിച്ചാകും ജോലിയുടെ സ്വഭാവം. പിന്നെ ഞാനുണ്ട് എന്ന് കരുതി അവിടെ എൻ്റെ പേരിൽ ഒരു ആനുകൂല്യവും കിട്ടില്ല. നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നീ സമ്പാദിക്കുന്ന ജോലിയാണ്. അവളോട് അത്രയും പറഞ്ഞ് അവൻ വണ്ടിയെടുത്തു. ഇച്ചായൻ പറഞ്ഞത് ശരിയാണ്. അവിടെ ഒരു ജോലിയല്ല, എവിടെയായാലും ഒരു ജോലി, അതാണ് വേണ്ടത്. ഞാൻ നന്നായി പെർഫോമൻസ് ചെയ്താൽ നല്ല പോസ്റ്റ് കിട്ടും, അവൾ മനസ്സിൽ പറഞ്ഞ് ഒരു ചിരിയോടെ അവനെ നോക്കി. അവൻ ഇടംകണ്ണിലൂടെ കാണുന്നുണ്ടായിരുന്നു അവളുടെ ചിരിയും കാട്ടിക്കൂട്ടലുമൊക്കെ. റീത്ത പറഞ്ഞ സമയത്ത് തന്നെ ഓഫീസിലെത്തിയിരുന്നു. സ്റ്റാഫ്സൊക്കെ അവരുടെ ജോലിയിലാണ്. ആരും റീത്തയെ മൈൻഡ് ചെയ്യാൻ പോയില്ല. തന്നെ ആരും മൈൻഡ് ചെയ്യാത്തത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. അവൾ എണീറ്റ് റിസപ്ഷനിലിരിക്കുന്ന സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോയി. എന്താ മാഡം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ദിയ ചോദിച്ചു. എനിക്കൊരു ജ്യൂസ് വേണം. ആ സ്റ്റാഫ് റീത്തയെ നോക്കി. മാഡം, ക്യാൻറ്റീൻ അപ്പുറത്താണ്. റീത്തയ്ക്ക് അവളെ കളിയാക്കും പോലെ തോന്നി. ഡി, ഞാൻ ആരാന്ന് അറിഞ്ഞു തന്നെയാണോ? റീത്ത അവളുടെ നേരെ ചീറി. എക്സ്ക്യൂസ് മീ മാഡം, ആരായാലും പ്രശ്നമില്ല. പിന്നെ ഇന്ന് ഇന്റർവ്യൂ ഉണ്ട്. അതിൽ വന്ന കാൻഡിഡേറ്റ് ആണ് എന്ന് കരുതി പറഞ്ഞുവെന്നേ ഉള്ളൂ, ദിയ പറഞ്ഞു. ഇന്റർവ്യൂ? യെസ്, 10:30 ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും. റീത്ത ദേഷ്യത്തിൽ എന്തോ പറയാൻ തുടങ്ങിയതും മറ്റൊരു സ്റ്റാഫ് വന്നു. മാഡം, സർട്ടിഫിക്കറ്റ് തന്നിട്ട് ഇവിടെ ഇരുന്നോളൂ, ഇന്റർവ്യൂ തുടങ്ങാറായി. പിന്നെ ആ ദേവദീഷ എത്തിയോ? റീത്തയോട് പറഞ്ഞുകൊണ്ട് അവർ ജോലി തുടർന്നു. ഇല്ല, സാറിൻ്റെ കൂടെ കാണുമെന്ന് സാർ കുറച്ചു മുന്നേ വിളിച്ചു പറഞ്ഞു. റീത്തയാണെങ്കിൽ ഇതൊക്കെ കേട്ട് കലിപൂണ്ട് നിൽക്കുവാണ്. അപ്പോഴാണ് അലക്സ് അങ്ങോട്ട് വന്നത്. അവനെ കണ്ടു റീത്ത അടുത്തു നിന്നവരെ നോക്കി പുച്ഛിച്ചു. തൊട്ടുപുറകെ അവൻ്റെ ഒപ്പം വരുന്ന ദേവുവിനെ കണ്ട് അവളുടെ കണ്ണുകൾ കുറുകി. എന്താ, ഇവിടെ ആർക്കും ജോലിയൊന്നുമില്ലേ? അല്ലു ഗൗരവത്തിൽ ചോദിച്ചു. ഗുഡ് മോർണിംഗ് സാർ, സ്റ്റാഫ്സ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഇച്ചായ, എനിക്ക് നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് കയറുന്നതിന് ഇന്റർവ്യൂ ഉണ്ടോ? ഉള്ളിൽ ദേഷ്യം അടക്കി തേനും പാലും ചേർത്ത് അവൾ ചോദിച്ചു. നിനക്ക് എൻ്റെ കമ്പനിയിൽ ജോലി വേണമെങ്കിൽ ഇന്റർവ്യൂ കറക്റ്റായി അറ്റൻഡ് ചെയ്ത് പാസ്സാകണം. ജോലിക്കാര്യത്തിൽ ഞാൻ തൽക്കാലം ഫാമിലി ഫ്രണ്ട്സ് ഒന്നും കൂട്ടിക്കുഴയ്ക്കാറില്ല, അവളെ നോക്കി പറഞ്ഞു. അവൾക്ക് അതൊരു നാണക്കേടായിട്ടാണ് തോന്നിയത്. പിന്നെ എൻ്റെ കസിനാണ് ഇവളെന്ന ഒരു പരിഗണനയും ആരും ഒരു കാര്യത്തിലും ഇവിടെ ഇവളോട് കാണിക്കണ്ട. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള റൂൾസ് എല്ലാവർക്കും ബാധകമാണ്, അല്ലു എല്ലാവരോടുമായി പറഞ്ഞു. ദിയ, ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്ക്, ഇന്റർവ്യൂ നടക്കട്ടെ. ഞാൻ സൈൻ ചെയ്യാനും നോക്കാനുമുള്ള ഫയൽസൊക്കെ എടുത്ത് ക്യാബിനിലേക്ക് വാ. ദേവുവിനെ നോക്കി ഒന്ന് കൺചിമ്മി കാട്ടി അവൻ പോയി. ഇയാളുടെ പേരെന്താടോ? ദിയ ചോദിച്ചു. ദേവദീഷ. റീത്തയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. അവൾ ദേവുവിനെ തറപ്പിച്ചു നോക്കി. ദേവു സ്റ്റാഫ് കാണിച്ചു കൊടുത്ത സീറ്റിൽ പോയിരുന്നു. അവൾക്ക് റീത്തയെ നോക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ മുഖത്ത് കണ്ട ദേഷ്യം ഓർത്തപ്പോൾ വേണ്ട എന്ന് വെച്ചു. അവരുടെ തൊട്ടടുത്തായി റീത്തയും വന്നിരുന്നു. പക്ഷേ രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. റീത്ത അവളെ ആകെ മൊത്തം നോക്കി. തന്നെക്കാൾ സുന്ദരിയാണ്, മുഖത്ത് ചമയങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിട്ടും എന്തോ ഒന്ന് അവളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. റീത്ത ദേവുവിനെ സ്കാൻ ചെയ്യുന്നത് ഇച്ചായൻ തന്റെ ക്യാമ്പിലിരുന്ന് നന്നായി കാണുന്നുണ്ട്. അവന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് റീത്തയെ ഇന്റർവ്യൂ ചെയ്യാനായി വിളിച്ചു. അവൾ ദേവുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കയറിപ്പോയി. ദേവു ആണെങ്കിൽ ടെൻഷനടിച്ച് ഇപ്പൊ വീഴും എന്ന പോലെ ഇരിപ്പാണ്. പെട്ടെന്ന് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. തന്റെ കോൾ കണ്ട് അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കണ്ടു അവന് തന്നെ ചിരി വന്നു. ഹലോ, ദേവു വളരെ പതിയെ പറഞ്ഞു. നീ ഇപ്പോൾ തന്നെ അവിടെ വീഴുവോ കൊച്ചേ? അവൻ്റെ കുറുമ്പ് നിറഞ്ഞ സംസാരം കേട്ട് അവൾ ചുറ്റും നോക്കി. പക്ഷേ അവനിവിടെ ഇല്ല. അപ്പോഴാണ് തനിക്ക് നേരെയിരിക്കുന്ന ക്യാമറ കണ്ടത്. മതി നോക്കിയത്, ഞാൻ കണ്ടു. കുറച്ചു നേരമായി കാണിക്കുന്നതൊക്കെ. നീ ടെൻഷനൊന്നും ആകേണ്ട. അവർ ചോദിക്കുന്നതിന് അവരുടെ മുഖത്ത് നോക്കി നന്നായി മറുപടി കൊടുക്കണം. മുഖത്ത് ടെൻഷനൊന്നും വേണ്ട, അല്ലേ? അവൾക്ക് ധൈര്യം പകർന്നു. ദേവു ഒന്ന് മൂളി. ഞാനില്ലേടി നിന്റെ കൂടെ? അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. അതേ ചിരി അവനിലും പടർന്നു. ശരിയപ്പോൾ ഇച്ചായൻ്റെ കൊച്ചു പോയി നന്നായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. അത്രയും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. അതുവരെ ടെൻഷനായിട്ടിരുന്ന അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഒരു കോൺഫിഡൻസ് കിട്ടി അവൾക്ക്. റീത്ത കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ദേവു അവളെ ഒന്ന് മുഖമുയർത്തി നോക്കി. അങ്ങോട്ട് പോയപ്പോഴുള്ള തെളിച്ചമില്ല. അടുത്ത് ദേവുവിനെ വിളിച്ചു. ദേവു ഒരു ചെറിയ ചിരിയോടെ തന്നെ അകത്തേക്ക് കയറി. 3 പേരാണ് ഉണ്ടായിരുന്നത് ആ ഹാളിൽ. അവൾ അവരെ എല്ലാവരെയും നോക്കി. അവർ അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി. പിന്നെ അവളെ നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവൾ വ്യക്തമായി തന്നെ ഉത്തരം നൽകി. അതിലവർ ഇംപ്രസ്സായി. അലക്സ് ജോലിക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ദേവുവിന് പ്രത്യേക പരിഗണന നൽകിയില്ല.
ദേവു ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ ചെറുപുഞ്ചിരി അവളുടെ ചുണ്ടിൽ തിരിച്ചു വരുമ്പോഴും ഉണ്ടായിരുന്നു. അതുകണ്ട് റീത്ത ദേഷ്യത്തിൽ അവളെ നോക്കി. നിയ കോളേജിൽ അവളുടെ വാലുകളുടെ കൂടെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. സ്ക്രീനിൽ തെളിയുന്ന പേര് കണ്ടവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അത് മറച്ചുവെച്ച് അവൾ കോളെടുത്തു. ഹലോ, ഗൗരവത്തിൽ പറഞ്ഞു. നിയ ആ വിളി കേട്ട് അവളൊന്ന് അമർത്തി മൂളി. എവിടെ ഇപ്പോ? അവൻ സൗമ്യമായി ചോദിച്ചു. ഞാൻ എവിടെയായാലും തനിക്കെന്താ? നിയ ചാടിക്കടിച്ചു. എൻ്റെ കുട്ടി ദേഷ്യത്തിലാണല്ലോ, അവൻ കുറുമ്പോടെ ചോദിച്ചു. ദേ, ഞാൻ ഇയാളോട് ഒരു 100 വട്ടം പറഞ്ഞു എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കരുതെന്ന്, നിയ പറഞ്ഞു. ഞാൻ അതിന് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ കൊച്ചേ, പിന്നെ എന്തിനാ ഇത്ര ദേഷ്യം? അവൻ ചിരിയോടെ ചോദിച്ചു. എനിക്ക് ഇയാളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, നിയ പറഞ്ഞു. ശരി, വിളിച്ച് ശല്യം ചെയ്യുന്നില്ല, അവൻ പറഞ്ഞു. കോൾ കട്ടായി. നീ ഒന്ന് ഞെട്ടി. സാധാരണ അങ്ങനെയല്ല. താനാണ് ദേഷ്യം കൊണ്ട് ഫോൺ വെച്ചിട്ട് പോകുന്നത്. എന്തോ ഒരു പേരറിയാത്ത നൊമ്പരം അവൾക്ക് തോന്നി. ആരാടാ വിളിച്ചേ? നിയ അതിന് റിയയെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഓ, ചേട്ടായി ആയിരുന്നോ? റിയയ്ക്ക് അവളുടെ മുഖം കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. ദേ റിയ, ഒന്ന് തന്നാലുണ്ടല്ലോ. അവളുടെ ചോട്ടായി. നീയാണ് അങ്ങേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി ഈ നിലയിൽ എത്തിച്ചത്. നിയ റിയയ്ക്ക് നേരെ ചാടി. ഡി, അതിപ്പോ സീനിയറായ ചേട്ടൻ കാണാൻ ചുള്ളൻ. അപ്പോൾ പിന്നെ ഒരു ഗുമ്മിന് നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി, റിയ നിഷ്കുവായി പറഞ്ഞു. അത് റിയ പറഞ്ഞത് സത്യമാണ് കേട്ടോ. അങ്ങേരെ ഇപ്പോൾ കാണാൻ പോലും കിട്ടണില്ല. മുമ്പ് ദർശനസുഖമുണ്ടായിരുന്നു. അത് അങ്ങേരുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ തീർന്നു, വർഷ പറഞ്ഞു. അത് കേട്ട് നിയയുടെ മുഖം ചുവന്നു വന്നു. അല്ലെങ്കിലും എറിയാൻ അറിയുന്നവന് കർത്താവ് വടി കൊടുക്കില്ലല്ലോ, സാന്ദ്രയും പറഞ്ഞു. പൊക്കോണമെല്ലാം എണീറ്റ്. ഞാൻ ഒന്നാമതേ ദേഷ്യം വന്നിരിക്കുക. അവളുടെയൊക്കെ ഒരു ചേട്ടായി. അത് പറഞ്ഞ് നിയ എണീറ്റ് പോയി. ഡി, അവൾ നമ്മളോട് പോകാൻ പറഞ്ഞു. പക്ഷേ അവളല്ലേ പോയത്, റിയ എന്തോ കണ്ടുപിടിച്ചതുപോലെ അവരോട് പറഞ്ഞു. അവർ രണ്ടുപേരും അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. അപ്പം നമുക്ക് അവരെയൊക്കെ ഒന്ന് ഒരിച്ചു പരിചയപ്പെടാം. ആ ഇരിക്കുന്ന ഒരു ബുദ്ധിയില്ലാത്ത സാധനമാണ് നമ്മുടെ റിയ. റീത്തയ്ക്ക് റീത്ത് വെക്കാൻ കണക്കിന് ചേച്ചിയെ കണ്ണിന് പിടിക്കാത്ത അനിയത്തി. ബാക്കി രണ്ടും റിയയുടെയും നിയയുടെയും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവർ 4 പേരുമാണ് എന്തിനും ഏതിനും ഒരുമിച്ച്. ഇവർ അവിടെ ചർച്ച നടത്തിയ മുതൽ ആരാണ് എന്നറിയണ്ടേ? ക്രിസ്റ്റി ശ്രേയാൻ. പേരിൽ തന്നെ എന്തോ ഒരു പന്തികേടില്ലേ? കോളേജ് അധ്യാപികമായ ശ്രേയയ്ക്കും വില്ലേജ് ഓഫീസറായ മാർട്ടിൻ ലൂക്കസിനുമുണ്ടായ ഒരു ഹിന്ദു ക്രിസ്ത്യൻ മിക്സഡ് ട്രോഫിയാണ് ആള്. അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവിവാഹമായതുകൊണ്ട് മോനും പ്രണയിച്ചേ കെട്ടു എന്നാണ് കരകമ്പി. നിയ കൊച്ചും ഗാങ്ങും കോളേജിൽ കയറി ദിവസങ്ങൾക്കകം ചെറിയൊരു റാഗിങ്. അതിനിടയിൽ എല്ലാ കഥയിലെയും പോലെ നായകന്റെ എൻട്രി. ഇവരെ റാഗ് ചെയ്തത് അന്ന് ഈ ക്രിസ്റ്റിയുടെ ഗ്യാങ് ആയിരുന്നു. അന്ന് റാഗിങ് കഴിഞ്ഞു പോകും മുന്നേ ക്രിസ്റ്റിയുടെ ഹൃദയത്തിൽ ഇടിച്ചു കയറി താജ്മഹൽ പണിതു നമ്മുടെ നിയക്കൊച്ച്. ആദ്യ കാഴ്ച തന്നെ അവനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നി. അവളുടെ ഉണ്ട കണ്ണുകളായിരുന്നു അവന് പ്രിയം. പിന്നെ അവളുടെ ദേഷ്യം, ആരെയും കൂസാത്ത സംസാരം എല്ലാം അവന് ഇഷ്ടമായി. അവളോട് എങ്ങനെ അടുക്കാമെന്ന് കരുതുമ്പോൾ തന്നെയാണ് അവളുടെ കൂട്ടുകാരി തന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടത്. തൻ്റെ കണ്ണുകളെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അപ്പോഴൊക്കെ ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുന്ന നിയയെ മാത്രമായിരുന്നു അവൻ്റെ കണ്ണിൽ തെളിഞ്ഞത്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൻ നിയയോട് തൻ്റെ ഇഷ്ടം പറഞ്ഞു. ഒരടി പ്രതീക്ഷിച്ച അവൻ അവൾ നൽകിയത് ഉപദേശമായിരുന്നു. ഈ പ്രായത്തിൽ ഇതൊക്കെ തോന്നും, ആന ചേന എന്നൊക്കെ. പക്ഷേ അവൻ പിന്മാറാൻ തയ്യാറാകാതെ അവളുടെ പിന്നാലെ കൂടി. പക്ഷേ ഒരിക്കൽ പോലും അവൾ അവന് പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടി കൊടുത്തിട്ടില്ല. കോളേജ് ലൈഫ് കഴിഞ്ഞ് അവൻ പോയിട്ടും ഇടയ്ക്ക് അമ്മയെ കാണാനെന്ന വ്യാജേന വന്ന് കൊച്ചിനെ കാണാറുണ്ട്. നിയ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഒരു ബെഞ്ചിലിരിപ്പുണ്ട്. അവളുടെ മനസ്സ് നിറയെ അവളുടെ ശ്രേയാനാണ്. എപ്പോഴും പുറകെ നടന്ന് ശല്യം ചെയ്ത് എപ്പോഴും അവളുടെ ഉള്ളിൽ അവൻ കയറിക്കൂടിയിരുന്നു. പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം അവൾ അവളുടെ ചാച്ചൻ്റെ ഇഷ്ടമാണ് പ്രധാനം. പഠിച്ച് ഒരു ജോലി വാങ്ങിയ ശേഷം അവനോട് പറയാനാണ് അവളുടെ പ്ലാൻ. അതുവരെ അവനൊരു പ്രതീക്ഷയും നൽകരുത് എന്ന് അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവനിലേക്ക് അവളെ ആകർഷിക്കുന്നതും അവൻ്റെ വ്യക്തിത്വം, പിന്നെ അവൻ്റെ കണ്ണുകൾ. അവൻ്റെ വെള്ളാരം കണ്ണുകൾ അവൾക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ചെറുചിരിയോടെ അവൾ ഇരിക്കുമ്പോഴാണ് മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത്. അവൾ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ചിരി മാഞ്ഞു ദേഷ്യം നിറഞ്ഞു.